അപ്പൊ ഞാനിപ്പോ എന്റെ അമ്മമാൻ്റെയാണ് ജസ്റ്റ് പെരുന്നാളായിട്ട് വരുന്നതെന്നാണ്. അപ്പൊ ഞങ്ങൾ എന്റെ അമ്മായിനെ എടുക്കാൻ പോയി ഇവിടുന്ന്. അപ്പൊ ഞങ്ങൾ അമ്മായിനെ എടുത്തിട്ട് തിരിച്ചു വരുമ്പോ അമ്മായി ഞങ്ങളോട് പറഞ്ഞു, ഒരു സ്ഥലത്തേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു അവിടെ ഐഷമോളുണ്ട്, അവൾക്ക് സലാം പറയുന്നത്. ഐഷ എന്ന് പറഞ്ഞ എന്റെ കസിനാണ്. അവള് മരിച്ചിട്ട് ഇപ്പൊ ഏകദേശം ഒരു 1.5 വർഷമാവാനായി. 14 വയസ്സുള്ളപ്പോൾ മരിച്ചതാണ്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഞങ്ങളുടെ കൂടെ വിരുന്ന് വരണ്ട, ഞങ്ങളുടെ കൂടെ ചായ കുടിക്കേണ്ട ഒരാളാണ് ഐഷമോള്. ഞാൻ ചെറുപ്പം മുതലേ കണ്ടു വളരെയാണ്. അവളിപ്പം ഒന്നില്ല. അപ്പൊ അമ്മായി ആ പോണ വഴിയിൽ അവളോട് സലാം പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഓവറായിട്ട് ഈ ലൈഫിനെ ടെൻഷൻ അടിച്ചിട്ട് എന്ത് ചെയ്യും, മറ്റേത് ചെയ്യും, മറിച്ച് ചെയ്യും, അങ്ങനെ ഓവറായിട്ട് സീരിയസ് ആയിട്ട് ലൈഫിനെ മാക്സിമം കാണാതിരിക്കുക. ഞാനൊരു 90 വയസ്സുള്ള ഒരാളും തമ്മിലിപ്പോൾ എന്താ വ്യത്യാസം? ആളും എപ്പോൾ വേണമെങ്കിലും മരിക്കാം, ഞാനും എപ്പോൾ വേണമെങ്കിലും മരിക്കാം. അതിന് പ്രായം ഒരു വിഷയമല്ല. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീരും, എല്ലാം ശരിയാവും എന്നല്ല ഞാൻ പറയണത്. ഒന്നുകൂടി പ്രസന്റിൽ ജീവിക്കാൻ പഠിക്കും. എല്ലാം ഒന്ന് ഈസി ആയിട്ട് എടുക്കുക. അപ്പൊ നിങ്ങൾ പല പ്രശ്നങ്ങളിലൂടെയും പോകുന്നുണ്ടാവുക. പക്ഷെ ദയവ് ചെയ്ത് നിങ്ങൾ ആ ഗ്രേറ്റ്ഫുൾനെസ്, നിങ്ങൾക്ക് ഹെൽത്ത് ഉണ്ടോ, നിങ്ങൾ ജീവനോടുണ്ടോ, ഹൃദയം ഇടിക്കുന്നുണ്ടോ, ഒന്ന് കൈവച്ച് നോക്കുക, ഹൃദയം ഇടിക്കുന്നുണ്ടോ, അതന്നെ ധാരാളം. മരണം എന്നൊരു ഫാക്ടർ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ലൈഫ് ഭയങ്കരമായിട്ട് പ്രസന്റിൽ ജീവിക്കും, എക്സ്പീരിയൻസ് ചെയ്യും.